എഴുതിയത് 44 തിരക്കഥകൾ, സംവിധാനം ചെയ്തത് 12 ചിത്രങ്ങൾ. ഇത്രയുമായിരുന്നു 20 വർഷം നീണ്ട ചലച്ചിത്ര ജീവിതത്തിൽ ലോഹിതദാസ് മലയാളത്തിന് സമ്മാനിച്ചത്. കുടുംബമെന്ന സ്ഥിരം ഭൂമികയിലായിരുന്നു അവയിലധികവും. എന്നാൽ തനിയാവർത്തനമായിരുന്നില്ല അതിലൊന്നുപോലും. തലമുറയിലേക്ക് കൈമാറിക്കിട്ടിയ ഭ്രാന്തിൽ നീറിപ്പിടഞ്ഞ ബാലൻ മാഷിൻ്റെ ആത്മസംഘർഷമായിരുന്നില്ല മേലെടുത്ത രാഘവൻ നായരുടേത്. ആണിനൊപ്പം നിവർന്നു നിന്ന് ജീവിതത്തെ പോരിന് വിളിച്ച കന്മതത്തിലെ ഭാനുവിൻ്റെ വഴിയിലെവിടെയുമായിരുന്നില്ല കസ്തൂരിമാനിലെ പ്രിയംവദയുടെ നിൽപ്പ്. ഒന്നിനൊന്നു വേറിട്ടു നിന്നു ലോഹിയുടെ കഥയും കഥാപാത്രങ്ങളും. ചാലക്കുടിക്കടുത്ത് മുരിങ്ങൂരിൽ 1955 മെയ് 10 അമ്പഴത്തിൽ കരുണാകരൻ ലോഹിതദാസ് എന്ന AK ലോഹിതദാസിൻ്റെ ജനനം. എറണാകുളം മഹാരാജാസിൽ നിന്ന് ബിരുദ പഠനവും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ലബോറട്ടറി ടെക്നീഷ്യൻ കോഴ്സും പൂർത്തിയാക്കിയ ലോഹിതദാസ് കലാരംഗത്തേക്ക് എത്തുന്നത് നാടകത്തിലൂടെയാണ്. നാടകത്തിന് മുമ്പേ ചെറുകഥയിലും ഒരു കൈ നോക്കിയിരുന്നു ലോഹിതദാസ്. പക്ഷെ അതത്ര വിജയിച്ചില്ല. സർവകലകളുടെയും സംഗമമായ സിനിമയിലെ ഇരിപ്പിടം ലോഹിക്കായി കാലം കാത്തുവച്ചിരുന്നതിനാലാകമത്. സിന്ധു ശാന്തമായി ഒഴുകുന്നു ആയിരുന്നു ആദ്യം എഴുതിയ നാടകം. തോപ്പിൽ ഭാസിയുടെ കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ് എന്ന നാടകവേദിക്ക് വേണ്ടിയായിരുന്നു അത്. ആദ്യ നാടകത്തിലൂടെ തന്നെ ലോഹിക്ക് സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് ലഭിച്ചു. പിന്നീട് അങ്ങോട്ട് നാടകത്തിൽ ജീവിതം എഴുത്തുകാരനായും അഭിനേതാവായും. അരങ്ങിൻ്റെ ഉൾത്തുടിപ്പ് കൈവശമാക്കിയ ലോഹിയെ ചലച്ചിത്ര ലോകത്തേക്ക് ആനയിച്ചത് മഹാനടൻ തിലകനാണ്. 1987 സിബി മലയിലിനു വേണ്ടി തനിയാവർത്തനം എന്ന ചിത്രത്തിന് തിരക്കഥ എഴുതിക്കൊണ്ട് ലോഹിതദാസ് വെള്ളിത്തിരയിൽ ഹരിശ്രീ കുറിച്ചു. ഭ്രാന്ത് വിഴുങ്ങിയ കുടുംബ പാരമ്പര്യത്തിൻ്റെ ഇങ്ങേയറ്റത്തെ കണ്ണിയായി ഭ്രാന്തിലേക്ക് ചുറ്റുമുള്ളവർ കൊണ്ടെത്തിച്ച ബാലൻ മാഷിൻ്റെ വിഹ്വലതകളിൽ പ്രേക്ഷകർ നീറി. ചിത്രത്തിന് നിരൂപക പ്രശംസയും വിപണി വിജയവും ഒരുപോലെ ലഭിച്ചു. മികച്ച കഥയ്ക്കുള്ള സംസ്ഥാന അവാർഡും തനിയാവർത്തനം ലോഹിക്ക് സമ്മാനിച്ചു. തുടർന്ന് കരുത്തുറ്റ തിരക്കഥകളുമായി വളരെ പെട്ടെന്നു തന്നെ പൊന്നും വിലയുള്ള പേരുകാരനാവുകയായിരുന്നു ലോഹിതദാസ് മലയാള സിനിമയിൽ. നാടകീയതയുടെ കടുംപിടുത്തങ്ങളില്ലാതെ പച്ചയായ മനുഷ്യരുടെ ആത്മസംഘർഷങ്ങൾ അതേ വൈകാരികത തീക്ഷ്ണതയിൽ ലോഹി എഴുതിയപ്പോൾ സിനിമാ കൊട്ടകയ്ക്കുള്ളിലെ ഇരുട്ടിൽ സേതുമാധവൻ്റെയും അച്ചൂട്ടിയുടെയും വിദ്യാധരൻ്റെയും നൊമ്പരങ്ങൾ മലയാളിയുടെ ഉള്ളു പൊള്ളിച്ചു. വാടക ഗർഭപാത്രത്തെക്കുറിച്ച് മലയാളി കേട്ടുപരിചയിക്കുന്നതിനും വളരെ മുന്നേ അക്കഥയും പറഞ്ഞു ലോഹിതദാസ് ദശരഥത്തിലൂടെ. വാർപ്പു മാതൃകകളിൽ സവർണ നായകന്മാർ അരങ്ങുവാഴുമ്പോൾ ജാതീയവും തൊഴിൽപരവുമായ വ്യത്യസ്തത അനുഭവിപ്പിച്ചും ലോഹിതദാസ് വേറിട്ടു നിന്നു. ആശാരിയും മൂശാരിയും കൊല്ലനും അരയനും വേശ്യയും കൊലയാളിയുമെല്ലാം ലോഹിതദാസിൻ്റെ തൂലികയിലൂടെ വെള്ളിത്തിരയിലെത്തി. തല ഉയർത്തിപ്പിടിച്ച് ജീവിതം പറഞ്ഞു. ഡ്രൈവർമാരും കൂട്ടിക്കൊടുപ്പുകാരും കൊച്ചുകുട്ടികളുമെല്ലാം ക്യാമറയ്ക്ക് മുന്നിൽ സാഹിത്യം പറഞ്ഞപ്പോൾ ലോഹിയുടെ കഥാപാത്രങ്ങളുടെ ചുണ്ടിൽ നിന്ന് കേൾവിയിലേക്കെത്തിയത് അവരവരുടെ ജീവൻ്റെ വർത്തമാനമായിരുന്നു. പച്ചയായ പറച്ചിലുകൾ, അതൊരിക്കലും അശ്ലീലമായിരുന്നില്ല. നെടുനീളൻ ഡയലോഗുകളിൽ ആർത്തട്ടഹസിച്ച് മീശ പിരിച്ച് ആണത്തത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരായിരുന്നില്ല ലോഹിയുടെ നായകന്മാർ. സിനിമയിൽ നായകരെങ്കിലും നിൽപ്പുതറ വിട്ടുയരാൻ അവരെ ലോഹി ഒരിക്കലും അനുവദിച്ചുമില്ല. ആഴവും പരപ്പവുമുള്ള ജീവിതങ്ങളുടെ വേഷപ്പകർച്ചകളാടാൻ മോഹൻലാലും മമ്മൂട്ടിയടക്കമുള്ളവർക്ക് ലോഹിയുടെ എഴുത്ത് ഇടമൊരുക്കി. തനിയാവർത്തനം, അമരം, വാത്സല്യം, ഭൂതക്കണ്ണാടി തുടങ്ങിയ ചിത്രങ്ങൾ മമ്മൂട്ടിയിലെ അഭിനേതാവിന് മൂർച്ച കൂട്ടിയപ്പോൾ കിരീടം, ചെങ്കോൽ, ഭരതം, കമലദളം, കന്മദം തുടങ്ങിയവ മോഹൻലാലിൻ്റെ പകർന്നാട്ടങ്ങൾക്ക് തിളക്കമേറ്റി. പരാജയപ്പെട്ടവരായിരുന്നു ലോഹിയുടെ നായകരിലേറെയും. ജീവിതത്തിലെന്ന പോലെ സ്വന്തമായ അസ്തിത്വമില്ലാത്ത കഥാപാത്രങ്ങളോട് ഒരിക്കൽ പോലും ലോഹ്യം കൂടിയതുമില്ല മലയാളികളുടെ ഈ പ്രിയ ചലച്ചിത്രകാരൻ. ഒരു വരി സംഭാഷണം മാത്രമേയുള്ളൂവെങ്കിലും കഥാപാത്രങ്ങൾക്കെല്ലാം നിർവചിക്കപ്പെട്ട തനത് ഇടമുണ്ടായിരുന്നു. ആൺനിഴലിൽ മറയ്ക്കപ്പെട്ടവരായിരുന്നില്ല ലോഹിയുടെ നായികമാരും.
സൂപ്പർ ഹിറ്റ് തിരക്കഥാകൃത്തായി വാഴുന്നതിനിടയിൽ സംവിധായകനായെത്തിയും ലോഹിതദാസ് മലയാളിയുടെ ഉള്ളു തൊട്ടു. 1997 ഭൂതക്കണ്ണാടിയിലൂടെയായിരുന്നു തുടക്കം. മികച്ച ചിത്രത്തിനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി സംവിധായകനെന്ന നിലയിൽ ആദ്യ ചിത്രത്തിലൂടെ തന്നെ വരവറിയിക്കാൻ ലോഹിക്കായി. തുടർന്ന് കാരുണ്യം, ഓർമ്മച്ചെപ്പ്, കന്മദം, അരയന്നങ്ങളുടെ വീട്, ജോക്കർ, നിവേദ്യം തുടങ്ങി 12ഓളം ചിത്രങ്ങൾ ലോഹിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങി. പലതും സാമാന്യം വിജയങ്ങളായിരുന്നു. പക്ഷേ തിരക്കഥാകൃത്ത് എന്ന നിലയിലുള്ളത്ര സ്വീകാര്യത സംവിധായകൻ്റെ തൊപ്പിയിട്ട ലോഹിക്ക് പലപ്പോഴും കിട്ടിയിരുന്നില്ല. സിനിമയുടെ സർവാധികാരിയായ സംവിധായകനേക്കാൾ തിരക്കഥാകൃത്തായ ലോഹിയെ മലയാളി ഒരു പടി കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ടാകാം അത്. അഭിനേതാവായും പ്രേക്ഷകർക്ക് മുന്നിലെത്തിയിരുന്നു ലോഹി. ആധാരത്തിൽ ചീട്ടുകളിക്കാരനായി ആദ്യമായി ക്യാമറയിൽ മുഖം കാട്ടി ലോഹി. വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, സ്റ്റോപ്പ് വയലൻസ്, ദി ക്യാമ്പസ്, ഉദയനാണ് താരം എന്നീ ചിത്രങ്ങളിലും വേഷമിട്ടു. പുതുമുഖങ്ങളുടെ രാശിയുമായിരുന്നു ലോഹി. അരയന്നങ്ങളുടെ വീടിലൂടെ ലക്ഷ്മി ഗോപാലസ്വാമിയും, സൂത്രധാരനിലൂടെ മീര ജാസ്മിനും, നിവേദ്യത്തിലൂടെ ഭാമയും വിനുവുമൊക്കെ ലോഹിയുടെ കയ്യും പിടിച്ചാണ് അഭ്രപാളികളിൽ ചേക്കേറിയത്. പറഞ്ഞതിലേറെ പറയാനുണ്ട്. കഥകൾ ഇനിയുമെന്ന് പലപ്പോഴും പറഞ്ഞിരുന്നു. ആ കഥകൾക്കായി മലയാളി കാത്തിരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വൻ തിരിച്ചുവരവനായി സ്വപ്ന പദ്ധതിയായ ഭീഷ്മരെ കടഞ്ഞെടുക്കുന്നതിനിടയിൽ കാലം ലോഹിയെ മടക്കി വിളിച്ചു. ഒരു മഴക്കാലത്ത് 2009 ജൂൺ 28 ആത്മനൊമ്പരത്തിൻ്റെ നെരിപ്പോടുകളിൽ നിന്ന് ഊതിക്കാച്ചിയെടുത്ത കഥകൾ പറഞ്ഞ് പ്രിയപ്പെട്ട ലോഹി മായില്ല. മലയാളത്തിൻ്റെ ഓർമ്മകളിൽ നിന്ന് കാലമെത്ര കഴിഞ്ഞാലും.